പ്രതികരിച്ചിരിക്കുന്നത്, അമ്മമാർ പ്രതികരിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ബോധപൂർവം തകർക്കാൻ നോക്കുമ്പോഴാണ്. അത് സിനിമയിലൂടെ അവർ ചെയ്യാൻ ശ്രമിച്ചു, അവർ ജയിച്ചെങ്കിൽ അവരെ വിജയമെന്നേ പറയാൻ പറ്റുള്ളൂ. അത് സിനിമ അവരുടെ സക്സസ് ആണ് അല്ലേ. തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നൊരു ഇൻഡസ്ട്രിയാണ്, ഏറ്റവും കൂടുതൽ നികുതി കിട്ടുന്നതാണ്. അപ്പോൾ സിനിമയ്ക്ക് സിനിമയുടേതായ കുറേ കാഴ്ചപ്പാടില്ലാതെ എല്ലാം പർദ്ദയിട്ടും അല്ല ഭയങ്കര ഇതായിട്ടൊന്നും നമുക്ക് സിനിമയെ കാണിക്കാൻ പറ്റില്ല. പലതും വൾഗറായിട്ടുള്ള രംഗങ്ങൾ ഉണ്ടാവാം. ഞാനൊരു സോഷ്യൽ വർക്കറായിട്ടും പല സിനിമയിലും നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത ചില വസ്ത്രങ്ങളൊക്കെ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ധരിക്കേണ്ടി വരും. അത് ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ അങ്ങനെയാണോ? അങ്ങനെയല്ല. അപ്പോൾ അത് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. അപ്പോൾ സിനിമ ഒരുപാട് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമാണ്. ഈ സിനിമ ജനങ്ങളിലേക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്. അതായത് ഇതിനകത്ത് തന്നെ ഗുജറാത്ത് കലാപത്തിൻ്റെ ഇതിൽ ഇരയാക്കപ്പെടുന്ന ഒരു പയ്യൻ ഓടിപ്പോയി അവൻ രക്ഷപ്പെടുന്നത് പള്ളിയിലോ അമ്പലത്തിലോ അല്ല, അവൻ പോകുന്ന ലഷ്കർ എ തോയ്ബയുടെ സൈനിക ക്യാമ്പിലേക്കും അവരുടെ ടെററിസ്റ്റ് ട്രെയിനിങ് കൊടുക്കുന്ന ക്യാമ്പിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു ഗ്ലോറിഫൈ ചെയ്ത് നമ്മൾ